64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരുകയാണ്. 25 വേദികളിലായി 249 മത്സര ഇനങ്ങളാണ് അരങ്ങേറുന്നത്. 15,000-ഓളം വരുന്ന കലാകാരന്മാരാണ് മാറ്റുരയ്ക്കുന്നത്. കലോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തേക്കിൻകാട് മൈതാനിയിൽ ഇതാ സ്വർണ്ണക്കപ്പും അല്പം മുമ്പ് എത്തിച്ചിരുന്നു. ഇപ്പോൾ സാരംഗ് അവിടെ നിന്നും ചേരുകയാണ്. സാരംഗ്, സ്വർണ്ണക്കപ്പെത്തി, ആവേശത്തിന് ഒട്ടും കുറവില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരാണ്, അത് ഉത്സവങ്ങളുടെ ഒരു സ്ഥലം കൂടിയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇരട്ട മധുരമായിരിക്കും അല്ലേ? തീർച്ചയായും അജിംഷാദ്, അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിൻ്റെ പൂരപ്പെരുമയൊക്കെ വിളിച്ചോതുന്ന രീതിയിലാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിലാണെങ്കിൽ തന്നെ അതൊരു ഇരട്ടി മധുരം തന്നെയാണ്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയ ആഘോഷത്തോടെയാണ് ഈ കലോത്സവത്തെ വരവേൽക്കുന്നത് എന്നുള്ളതാണ്. നാളെ രാവിലെയോടുകൂടി നമ്മൾ സംസ്ഥാനം ഒന്നാകെ കാത്തിരുന്ന കലോത്സവത്തിന് തുടക്കമാകും. ഞാനിപ്പോഴുള്ളത് മുഖ്യവേദിയായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്താണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. നിരവധി ആളുകളാണ് ഈ പ്രദർശനങ്ങളും അതുപോലെ തന്നെ വേദി കാണാനുമായിട്ടും മറ്റും എത്തുന്നത്. ഒരുപാട് ആളുകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇതിനോടകം തന്നെ എല്ലാ ഒരുക്കങ്ങളും കലോത്സവത്തിന് വേണ്ടി പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്ത് എത്തിച്ചു. അതിനുശേഷം അത് ട്രഷറിയിലേക്ക് മാറ്റി. ഇനി നാളെ രാവിലെ കൊടി ഉയരുന്നതോടെ ഔപചാരികമായ തുടക്കമാകും. 5 ദിവസം നീണ്ടു നിൽക്കുന്നത് അത് ഒരു ഉത്സവം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. കാരണം പൂർണ്ണമായിട്ടും തൃശ്ശൂരിൻ്റെ ഒരു ഉത്സവ രീതി അല്ലെങ്കിൽ അതിൻ്റെ ശോഭ തന്നെ തീർത്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. പ്രധാനമായും ഇപ്പോൾ വേദിയിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരികമായ തുടക്കമാകും. രാവിലെ 10 മണിക്ക് മുഖ്യവേദിയായിട്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മുഖ്യവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ്. 25 വേദികളിലായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. 249 മത്സര ഇനങ്ങൾ ഉണ്ടാകും. 15,000-ലധികം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കലാതാരങ്ങൾ മാറ്റുരയ്ക്കും എന്നുള്ളതാണ് പ്രധാനമായും ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വേദി, എടുത്തു പറയേണ്ട വേദികളിലൊന്നാണ് ജർമ്മൻ ടെക്നോളജിയിലുള്ള, ആധുനിക സംവിധാനങ്ങളോടെയുള്ള ജർമ്മൻ ടെക്നോളജിയിലൂടെ രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വേദിയാണ്. എല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. അത് പെട്ടെന്ന് ഇളകാത്ത അല്ലെങ്കിൽ തീപടരാത്ത രീതിയിലുള്ള എല്ലാ സുരക്ഷകളും മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ 7,000 ആളുകൾക്ക് ഈ മത്സരം വലിയ രീതിയിൽ സുഗമമായി ഇരുന്ന് കാണുന്നതിന് വേണ്ടി ഉള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ്. ഇനി നാളത്തെ ഒരു ദിവസം പുലരാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് കേരളം. എന്തായാലും നിലവിൽ വലിയ ആഘോഷങ്ങളോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളൊക്കെ തന്നെയും ഉച്ചയോടുകൂടി പല സംഘങ്ങളായിട്ട് എത്തി. കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നുമുള്ള സംഘങ്ങളാണ് ആദ്യം എത്തിയത്. അതിനുശേഷവും ഒരുപാട് കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന സംഘം ഇത്തരത്തിൽ ഈ തൃശ്ശൂരിലേക്ക് എത്തി. അവർക്ക് വേണ്ട സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ട താമസ സൗകര്യം ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. മറ്റൊരു പ്രത്യേകത, പടയെടുത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള പാചകപ്പുര ഉയരുന്നു എന്നുള്ളതാണ്. നാളെ ഇത്തരത്തിൽ ഔപചാരികമായിട്ട് ഈ ഭക്ഷണപ്പുരയും പ്രവർത്തിച്ചു തുടങ്ങും. നാളെ രാവിലെ ഇത്തരത്തിൽ ഭക്ഷണം നൽകിക്കൊണ്ടാണ് ഔപചാരിക ചടങ്ങ് ആരംഭിക്കുന്നത്. 4 നേരം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ഭക്ഷണം, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കുമായി ഭക്ഷണം നൽകും. വൈകിട്ട് ചായയും അതോടൊപ്പം തന്നെ കടിയും ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഈ സ്റ്റേജിൽ കുട്ടികളുടെ ചെറിയ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ട്രയൽ റൺ പോലെയുള്ള ഒരു നാടകം കുട്ടികൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെ അരങ്ങ് ഉണർന്നു കഴിഞ്ഞു. നാളെ ഔപചാരികമായിട്ട് ഉണരും എങ്കിൽ പോലും ഇപ്പോൾ കുട്ടികൾ നാടകത്തിൻ്റെ ചെറിയ റിഹേഴ്സൽ പോലെ ഒരു പരിശീലനം നടത്തുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവം അത് വലിയൊരു ആഘോഷമാക്കാനാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതൊരു വലിയ ആഘോഷമായി തന്നെ എല്ലാ സമയത്തും ഈ കലാവശങ്ങളൊക്കെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പഴയിടത്തിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ സസ്പെൻസ് ഒക്കെ ഉണ്ടാകും. നാളെ രാവിലെ എന്തായിരിക്കുമെന്ന് സാരംഗിന് ഏതെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടോ? അതും ഒരുപക്ഷെ വലിയ ചർച്ചയാണ് കലോത്സവത്തെ സംബന്ധിച്ച്. അജിംഷാദ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷ്യപ്പുര തന്നെയാണ്. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വിശാലമായിട്ടുള്ള ഒരു ഭക്ഷ്യപ്പുര തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. നാളത്തെ പ്രത്യേകത അത് ഒരു കൊങ്ങിണി വിഭാഗമായിട്ടുള്ള നവധാന്യ ദോശയാണ്. വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ കഴിക്കാനായിട്ട് നൽകുന്നത് ആ ദോശയാണ്.
9 നവധാന്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ദോശ നാളെ രാവിലെ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ അതെ നവധാന്യങ്ങൾ ഈ ദോശ വിളമ്പുന്നതോടുകൂടിയാണ് സമൃദ്ധമായ ദോശ. തീർച്ചയായും അത് സീക്രട്ടാണ്. അത് ഉൾപ്പെടുത്തിയിട്ടുള്ള നവധാന്യങ്ങൾ ഏതാണെന്നുള്ള കാര്യം വളരെ സീക്രട്ടായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അത്രയും പോഷകം നിറഞ്ഞ ധാന്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ളത് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും അതിൻ്റെ രുചിയും അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഒക്കെ എന്താണെന്നുള്ളത് നാളെ തന്നെ നമുക്കറിയാം. കുട്ടികൾക്കൊപ്പം തന്നെ നമുക്കും രാവിലെ തന്നെ ഭക്ഷണം ഒന്ന് രുചിച്ചു നോക്കാം. അതെങ്ങനെയാണ് സംഭവം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള രസം എങ്ങനെയാണ്, അല്ലെങ്കിൽ രസക്കൂട്ട് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും നാളെ രാവിലെ ആ നവധാന്യ ദോശ കുട്ടികൾക്ക് വിളമ്പും. അതിനുശേഷം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയാണ്. ആ സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചക്കപ്പഴ പായസമാണ്. കാരണം ചക്കയ്ക്ക് ഇപ്പോൾ നാട്ടിൽ വലിയ ഡിമാൻഡൊക്കെ ആയിട്ട് പോകുന്ന സാഹചര്യത്തിലും ചക്കപ്പഴം വലിയ രീതിയിൽ പുറത്തുനിന്ന് എത്തിച്ച് കുട്ടികൾക്ക് ചക്കപ്പഴ പായസമാണ് നാളെ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന 5 ദിവസങ്ങളിലും വ്യത്യസ്ത വിഭവങ്ങളിലുള്ള പായസങ്ങൾ, മധുരമൂർന്ന വ്യത്യസ്ത വിഭവങ്ങളിലുള്ള പായസങ്ങളും ഈ പഴയടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആഘോഷങ്ങളൊക്കെ സജ്ജമായി വലിയ രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇനി നാളെ പുലരുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനം കാത്തിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ മത്സരം ഉണരും, അരങ്ങേറ്റം കുറിക്കും. പല വേദികളിലായി പല മത്സര ഇനങ്ങൾ അരങ്ങേറും. അതിനെ വരവേൽക്കാൻ തൃശ്ശൂർ നഗരം ഒന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞു. അജിംഷാദ്.